ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുവാണ് കേട്ടോ നയന. അപ്പോൾ ആദർശ് ഒരുപാട് എടുത്ത് നയനയ്ക്ക് കൊടുക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അയ്യോ വേണ്ട ആദർശ് ചേട്ടാ, മലയ്ക്കോ മാല ഇട്ടേക്കോ അല്ലേ, ഇങ്ങനെയൊന്നും തരല്ലേ എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, മലയ്ക്കൊക്കെ പോയിട്ട് വരട്ടെ, ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ട് നാണമൊക്കെ വരും കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്ന അനാമികനെ രേവതിനെയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛൻ കൊണ്ട് തന്നെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ആ നവിയുടെ വയറ്റിലെ കുഞ്ഞ് എന്തായാലും പോവായിരിക്കുമല്ലേ അമ്മേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് ഉറപ്പല്ലേ, ദേ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും വേണുവിൻ്റെ ഫോൺ എടുക്കുക കേട്ടോ രേവതി. എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട്, എന്തായാലും വൈകിട്ട് ചേച്ചിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി അനിയത്തി ഉറപ്പായിട്ടും പോവും, അപ്പോൾ അതേ കലക്കി കൊടുക്കാമെന്നാണ് മോള് പറയുന്നത്, ഇന്നത്തോടെ അവളുടെ അഹങ്കാരം തീരണം എന്ന് പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന വേണുവും പറയുക, അത് ശരിയാ, അങ്ങനെ അവിടെ ഓരോ ദിവസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവട്ടെ, പ്രശ്നങ്ങളുണ്ടായെങ്കിൽ മാത്രമേ കിളവനും കിളവിയും എങ്ങനെയെങ്കിലും ഭാഗം വെക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുക. ഫോൺ വെച്ച് കഴിയുമ്പോൾ രേവതി അനാമികയോട് പറയുക കേട്ടോ, മോളെ എങ്ങനെയെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെ അച്ഛൻ പറയുന്നത്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ അമ്മേ കാര്യം, നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എങ്കിലും അനിയുടെ വീതം തന്നെ നല്ലൊരു ഇത് വരും മോളെ, ഒരു 10,000 കോടി എന്തായാലും വരാതിരിക്കുമല്ലോ. പിന്നെ മൂർത്തി ജ്വല്ലറി ആദർശം നോക്കി നടത്തുമെന്നാണ് പറയുന്നെങ്കിലും നമുക്ക് ഒരു വിഹിതം കിട്ടാതിരിക്കത്തില്ലല്ലോ, നോക്കി നടത്തുന്ന ഇപ്പോൾ ആരാന്ന് വെച്ചാൽ നോക്കിക്കോട്ടെ. അപ്പം നമ്മുടെ അനാമിക പറയുവാണ് കേട്ടോ, ഒരു 1-2 ജ്വല്ലറിയിലും സ്വന്തം പേര് കിട്ടിയാലേ കാര്യമുള്ളൂ. രേവതി പറയുന്നുണ്ട്, എന്തേലും കാണിച്ച് നീ അവനെ ഒന്ന് സ്നേഹിക്കാൻ നോക്ക്, അവൻ കൂടെ നിന്നെങ്കിലേ കാര്യമുള്ളൂ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും അവൻ മാല ഇട്ടേക്കുമല്ലേ, അത് കഴിഞ്ഞ് നോക്കാം എന്ന് പറയുക. പിന്നെ കാണിക്കുന്ന അബീനെയും നവ്യനെയാണ് കേട്ടോ. നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. വീട്ടിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ അബിയോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും ലൈഫിൽ സന്തോഷിച്ചിട്ടില്ല എന്നൊക്കെ പറയുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ അബിയോട് ചോദിക്കുക കേട്ടോ നവ്യ. അപ്പം അബി പറയുന്നുണ്ട്, മറക്കാൻ പറ്റുമോ, നിനക്ക് ഞാൻ ഇവിടെ വെച്ചല്ലേ ആദ്യമായിട്ടൊരു ഡയമണ്ട് നെക്ലേസ് മേടിച്ചു തന്നെ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അന്നൊക്കെ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു, എന്ത് പ്രതീക്ഷയായിരുന്നു ലൈഫിനെ പറ്റി, ഇപ്പോഴും നിൻ്റെ ഈ മാറ്റം എനിക്ക് മൊത്തത്തിലങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, നീ വിശ്വസിക്കണം, നീ എന്തായാലും വിശ്വസിച്ചേ പറ്റുള്ളൂ, ഇനി ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഭാര്യയ്ക്ക് കൊടുത്തും അമ്മയ്ക്ക് കൊടുക്കേണ്ടത് അമ്മയ്ക്ക് കൊടുത്തും ജീവിക്കാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഉറച്ച നിലപാടുകളൊക്കെ എടുക്കുന്നത് നന്നായി, എന്തായാലും ആദർശാണ് ഇതൊക്കെ കാണുമ്പം എനിക്ക് കൊടുക്കുന്ന പോലെ തന്നെ നിനക്കും കുറേ റെസ്പോൺസിബിലിറ്റി തരാതിരിക്കില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് അഭി പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് കമ്പനിയുടെ ഷെയർ കിട്ടാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്, ഞാൻ നിന്നെ സ്നേഹിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു, എൻ്റെ ഭാഗത്തെ തെറ്റ് എനിക്ക് മനസ്സിലായി തുടങ്ങി, അതുകൊണ്ടാണ് എന്നിങ്ങനെ പയ്യെ അവിടെ കിടന്ന് പറഞ്ഞ് ഉരുളു കേട്ടോ. അപ്പോൾ ഇതെല്ലാം വിശ്വസിച്ച് നവ്യ പറയുകയാണ്, അതെനിക്കറിയാം, പക്ഷേ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ, എന്നെ ഇത്രയും സ്നേഹിക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞ് വരാൻ പോകുമ്പോൾ നിനക്കിപ്പം നിലപാടുകളുള്ളപ്പം എന്തായാലും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടണമല്ലോ, അതെന്തായാലും ആദർശേട്ടൻ തരും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നിങ്ങനെ പറയുമോ. അപ്പോഴേക്കും അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, നീ സ്വപ്നം കാണടി, ഇന്നുകൂടെ നീ സ്വപ്നം കാണുള്ളൂ, അനാമിക അവളുടെ അമ്മയും കൂടെ നിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തോളും എന്നിങ്ങനെ പറയുക. അതേ സമയത്ത് അനാമിക രേവതിയും കൂടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നവ്യ വരുന്നു, എന്നിട്ട് പറയുന്നുണ്ട്, അവൾ കറങ്ങാൻ പോയിട്ട് നേരം കുറേ ആയല്ലോ, എന്തായാലും വരുമ്പോൾ ശരിയാക്കി കൊടുക്കാം എന്ന് പറയുമ്പോഴേക്കും തന്നെ നവ്യയും അബിയും കൂടെ അവിടെ എത്തും കേട്ടോ. ഇവരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്, അവിടെ തന്നെ ഇരിപ്പാണല്ലോ എന്ന് പറയുക കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടെ പയ്യെ അകത്തേക്ക് കയറുവാണ്. കയറുമ്പോഴേ അനാമിക കളിയാക്കി ചോദിക്കുവാണ്, കറങ്ങാൻ പോയിട്ട് കുറേ നേരമായല്ലോ, എവിടെയൊക്കെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾ പാർക്കിലും സിനിമയ്ക്കും റെസ്റ്റോറൻറ്റിലും വീട്ടിലും ഒക്കെ പോയി, ഇങ്ങനെ സ്നേഹമുള്ള ഭർത്താക്കന്മാർ നിനക്ക് വേണമെന്നെങ്കിൽ നിൻ്റെ ഭർത്താവിനോട് പറ, അല്ലാതെ ഞങ്ങളുടെ ഓരോ കാര്യത്തിലും ഇടപെടാനല്ല വരണ്ടേ എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് തീരെ സഹിക്കുന്നില്ല. അപ്പോൾ രേവതി ഇങ്ങനെ പറയുകയാണ്, അതിൻ്റെ ആവശ്യമൊന്നും മോക്കില്ല, മോക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാണ് ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നത്, എൻ്റെ അമ്മ ഇവിടെ വന്ന് 2 ദിവസം നിൽക്കുമ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലേ, നിങ്ങളുടെ ഹസ്ബൻഡും അവിടെ തനിച്ചാ, പിന്നെ ഓൾറെഡി വിഷമുള്ള മകളുടെ മനസ്സിലോട്ട് കൂടുതൽ വിഷം കുത്തി വെക്കാനാണോ നിങ്ങളിങ്ങ് വന്നേക്കുന്നതെന്ന് ചോദിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കും തീരെ പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്,
വാ നവിയെ, ചുമ്മാ ഇങ്ങനെ തരം താഴ്ന്ന സംസാരത്തിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകും കേട്ടോ നവിയനെ. പിന്നെ റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും അനി ഇങ്ങനെ ഫോണിൽ നന്ദുവിൻ്റെ ഒരു ഫോട്ടോ നോക്കിയിരിക്കും കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും അനാമികയ്ക്ക് ദേഷ്യം വരുവാണ്. അനാമികയ്ക്കാണ്, അവളുടെ ഫോട്ടോയിലേക്കായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചുമ്മാ അല്ല നിനക്കൊരു സന്തോഷമില്ലാത്തത്. ഇപ്പം നിൻ്റെ അഭിയേട്ടൻ വരെ ഭാര്യേനെ പുറത്തു കൊണ്ടുപോകും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങി. എനിക്ക് പിന്നെ അങ്ങനെ ഒരു യോഗമില്ല എന്നിങ്ങനെ പറഞ്ഞ് ഓരോ പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല ദേഷ്യം വരുവാണ്. അനി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് നന്ദുവിൻ്റെ കാര്യം അറിയാമായിരുന്നല്ലോ, എനിക്ക് നന്ദുവിനെ ഇഷ്ടമായിരുന്നു എന്നും അറിയാം, പിന്നെ ആരാ ഇടിച്ചു കയറി വന്നേ, നീയല്ലേ, നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പം അനാമികയ്ക്ക് ഒരു ഉത്തരവില്ല കേട്ടോ. എന്നിട്ട് അനാമിക പറയാം, അതെനിക്കറിയാടാ, നിൻ്റെ മനസ്സിലിപ്പം നല്ല കുളിർ പോലും നല്ല തണുപ്പും ഉണ്ടെന്ന് എനിക്കറിയാം എന്നിങ്ങനെ കളിയാക്കി പറയുക. അപ്പോഴത്തേക്കും അനിയെ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അനി പറയുന്നുണ്ട്, അതിപ്പോൾ വൃശ്ചിക മാസമായി, മാലയിട്ട് കഴിഞ്ഞാൽ ഏത് അയ്യപ്പനെ മനസ്സിൽ വെച്ചിട്ട് തണുപ്പുണ്ടായിരിക്കും, അതൊരു മനഃശാന്തിയുടെ തണുപ്പാണ്, അല്ല നീ ഉദ്ദേശിക്കുന്നതല്ല എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നിനക്ക് എന്നെ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കൊരു നിർബന്ധവും നീ ഇവിടെ നിൽക്കണമെന്നില്ല, കാരണം നീ മുറി കയറി കഴിഞ്ഞാൽ അപ്പം തൊട്ട് വഴക്കും പ്രശ്നങ്ങളുമാണ് എന്നിങ്ങനെ അനാമികനെ കുറ്റപ്പെടുത്തും കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് 10, 100, 120 പവൻ തന്നാൽ ഇങ്ങോട്ട് വിട്ടേ, ഇനി നാട്ടുകാരോടും വീട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ ഉത്തരം പറയണമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് ഞാനിവിടെ സഹിച്ചു പിടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്, അല്ലാതെ എനിക്ക് നിൻ്റെ അടിമയായിട്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറയും കേട്ടോ അനാമിക. ഇത് കേൾക്കുമ്പോഴേക്കും അനിയും പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകാൻ നോക്ക്, ചുമ്മാ മാല ഇട്ടിരിക്കുന്ന എന്നെ പ്രകോപിപ്പിക്കാൻ വരരുത്, ഞാൻ വല്ലതും ചെയ്തു പോകും എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, നീ എന്നെ തല്ലാൻ പോകണോ, എന്നാൽ തല്ല്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അനി മാല തൊട്ടിട്ട് പറയുകയാണ്, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കാൻ അനാമികയെ എന്ന് പറയുക. അങ്ങനെ ദേഷ്യം വന്ന് അനാമിക മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്ന അബീനെയാണ്. അബി വന്ന് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ജലജയോട് പറയുക കേട്ടോ. അപ്പം ജലജ പറയുന്നുണ്ട്, എന്തായാലും അമ്മയും മോളും കൂടെ ഇന്ന് നിൻ്റെ ഭാര്യയുടെ വയറ്റിൽ കുഞ്ഞിനെ കളയാനുള്ള എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചോളും, അതോടെ നമ്മൾ സേഫാവും, പിന്നെ നീ ഒട്ടും വിട്ടു കൊടുക്കണ്ട, ഇത് നല്ലൊരു അവസരമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി, അവളെ മാക്സിമം സ്നേഹിച്ചോ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, സ്നേഹിക്കുന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഇപ്പോൾ അവൾക്ക് എന്നെ മൊത്തത്തിൽ വിശ്വാസം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇനി കുഞ്ഞും കൂടെ പോയി കഴിയുമ്പോൾ അതിന് ഉത്തരവാദി ഞാനാന്നുള്ള രീതിയിലോട് പറയുമെന്ന് എൻ്റെ ടെൻഷൻ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജലജ പറയുകയാണ്, അതോർത്ത് നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, കാരണം ഇതിൻ്റെ അകത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ പോലീസ് കേസായാൽ തന്നെ രണ്ടുണ്ട് ഉപകാരം, ഒന്ന് അവളുടെ വയറ്റിൽ കുഞ്ഞു പോവും, അതോടെ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പോവും, അവളുടെ അനിയത്തി പലപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇതവൾക്ക് എന്തായാലും താങ്ങാൻ പറ്റില്ല, അവൾക്ക് ലാസ്റ്റ് ഇവിടെ പിടിച്ച് നിൽക്കാനുള്ള കച്ചിത്തുരുമ്പായത്, പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ എന്തായാലും പടിയിറങ്ങും, പിന്നെ ഇത് പോലീസ് കേസ് ആക്കണമെന്നും പറഞ്ഞ് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ആക്കുകയും ചെയ്യണം, അപ്പോൾ യഥാർത്ഥ പ്രതികളെ പിടിക്കാതിരിക്കുമല്ലോ, പിടിക്കുമ്പോൾ പിന്നെ അനാമിക വന്ന വഴി അവളും പൊക്കോളും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും അപ്പി പറയുന്നുണ്ട്, ശരി അങ്ങനെ തന്നെ ചെയ്യാം എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് നയന നവ്യയ്ക്ക് കുടിക്കാനുള്ള പാലൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അത് ആറാൻ വേണ്ടി അവിടെ വെച്ചിട്ട് പോകുമ്പം പയ്യെ അനാമിക വന്നിട്ട് അതിൻ്റെ അകത്ത് വീണ് കൊടുത്ത മരുന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് രേവതിയോട് വന്ന് പറയുന്നുണ്ട്, എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അവളത് കുടിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും വീണ് വിളിക്കുക കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോളെ എടുത്ത് നല്ല സന്തോഷമുള്ള 2 വർത്താനം അച്ഛനോട് പറ, അച്ഛൻ രാവിലെ തൊട്ട് നോക്കിയിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക ഫോൺ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. അത് കഴിയുമ്പോൾ വേണു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും അവൾ ഇപ്പോഴൊന്നല്ല ഈ അടുത്തെങ്ങും പ്രസവിക്കാൻ പോകുന്നില്ല, മോളെന്തായാലും എല്ലാം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കേ, അപ്പം ഞാനങ്ങ് വയ്യ വരുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കഴിഞ്ഞ് അനാമിക ഫോൺ വെച്ചിട്ട് പറയുകയാണ്, അവളെ ഞാൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥയിലോട്ട് എത്തിക്കുകയല്ലായിരുന്നു, പക്ഷെ അവളെന്നാ പാലിൻ്റെ പാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്ത് അഹങ്കാരമായിരുന്നു, നമ്മൾ ഇതിലെ കൂടെ തേര പാര ഓടുന്ന കണ്ടിട്ട് അവളതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് മാത്രം അവൾക്ക് ഇത്രയും പെട്ടെന്നൊരു പണി കൊടുക്കേണ്ട വന്നേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല മോളെ, എങ്കിലേ ഇനി ഇവിടെ ഉള്ള ഓരോരുത്തരുടെ തലയ്ക്ക് വെളിവ് വന്ന് ഇതൊന്നും വീതം വെച്ച് പിരിയണമെന്ന് ചിന്തിക്കുകയുള്ളൂ, അതിനിത് തന്നെ മാറുകയുള്ളൂ എന്ന് പറഞ്ഞ് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അനാമികേനെയും രേവതിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.